ആ മഹാമാരിയിൽ നിന്നും സാധാരണക്കാരായ എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിച്ചൊരു സർക്കാരിന് കിട്ടിയ വലിയ അംഗീകാരമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിനെ കേരളം ദർശിച്ചത്. ആ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും നാടിന് നന്മയ്ക്കൊതുകുന്ന നേട്ടങ്ങളും കൈവരിച്ചതിനോടൊപ്പം തന്നെയാണ് അതിദരിദ്രരായ ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ, അതിദാരിദ്ര്യം ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവികസനത്തോട് ചേർത്ത് നിർത്തിയ സാധാരണക്കാരായ ദുഃഖം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാം കണ്ണുനീരൊപ്പിയൊരു സർക്കാരിൻ്റെ മുഖമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂന്നാം പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും വേദിയൊരുങ്ങാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ അടിത്തറ ബലിഷ്ഠമാക്കാൻ കഴിയുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തു വരുന്നത്. സാമൂഹികക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുപോലെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത ഒരു ഗവൺമെൻറ് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആവലാതികളും പരാതികളും ഇല്ലാതെ സാധാരണക്കാരായ ആൾക്കാരെ ഗ്രാമീണ തലങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കും. ബലിഷ്ഠമായ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിന് ഉതകുന്നൊരു സർക്കാരിൻ്റെ പിൻബലവും അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.